ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹാക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഹാക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. रिवाज है इनके घर की कि पहले पापा से शादी करनी पड़ती है, फिर बेटी से। मैं बेटे को छोड़ नहीं सकती थी। क्या हुआ अंकल? अच्छा, बड़े खुश लग रहे हैं। बड़े खुश नजर आ रहे हो, क्या बात है? हाँ? ये क्या है? आप लोग कहाँ से आ जाते हो? ये क्या देखने को मिला? शादी किए हो क्या अभी आप? शादी की है ना। शादी दोनों आदमी? दोनों करें। इससे? इससे हाँ? दोनों से लिए। क्यों जी? क्यों जी क्या? हमारी मर्जी। अच्छा। हमने शादी की है। क्यों जी का क्या? लड़की के साथ तुम दोनों ने करे। लड़की का भी मर्जी है। लड़की की मर्जी। और ये कौन है वैसे में आपका? ये पापा है मेरे। अच्छा, आपके पापा हैं, आपके बेटा है, ये मेरा बेटा है। और ये मेरी पत्नी भी है और मेरी बहू भी है, दोनों ही है। तो दोनों आदमी से शादी करने में तुमको कोई दिक्कत नहीं हुआ? क्यों? बस भैया, इनके घर की रिवाज है ये, पहले पापा से शादी। क्या 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 क्या? रिवाज है इनके घर की कि पहले पापा से शादी करनी पड़ती है, फिर बेटी से। मैं बेटे को छोड़ नहीं सकती थी। तो तुम पति किसको मानोगी? पति तो देखो रिवाज के हिसाब से तुम अपन इनको पति मानोगी या इनके पापा के पति मानोगी? कायदे में देखो पति तो दोनों ही है, लेकिन जो पति है वो तो यही है। अच्छा, हाँ, मेन पति यही है, तो इनको फिर क्या बोलोगी? ये भी पति है, मतलब ये बड़े पति है, ये छोटे पति है। ये क्यों नहीं बोलती? ये बड़े पति है, छोटे पति। बीवी भी हुई और उसकी माँ भी हुई। तो आपके हिसाब से तो उस तरह से आपकी ये बहू भी हुई और बीवी भी हुई? हाँ, तो दोनों। मैंने तो पहले ही ये बोला। दोनों। ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അടുത്തിടെ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഒരു അച്ഛനും മകനും കൂടി ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അതിൻ്റെ തെറ്റോ ശരിയോ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും, കുറച്ച് പേര് കമൻറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടാവും. കമൻറ്റ് ചെയ്തവരും കമൻറ്റ് ചെയ്യാതിരുന്നവരും ചിന്തിക്കുന്നത് ഈ വീഡിയോയിലെ തുടക്കത്തിൽ പറഞ്ഞത് ഹാക്കിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണിച്ച വീഡിയോയും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നി കാണും. പക്ഷേ സംഭവം ബന്ധമുണ്ട്. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോ, ഈ വീഡിയോയിലെ കണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഒരു അച്ഛനും മകനും കൂടി ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു. അതിലെ അവരുടെ വേഷവിധാനവും അതിൻ്റെ മതചിഹ്നങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ മുന്നിലേക്കാണ് പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന എന്തോ ഇത് ശരിയല്ല, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇത് ശരി തെറ്റാണ്, അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ള രീതിയിലും ഒക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ ചിന്ത വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന ആ വീഡിയോയിലെ കണ്ടൻറ്റാണത്. അപ്പോൾ നമ്മുടെ മൈൻഡ് എവിടെ ഫോക്കസ് ചെയ്തു? അപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടത് ഇവിടെ മൊബൈലല്ല, കമ്പ്യൂട്ടറല്ല, ലാപ്ടോപ്പല്ല, നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നത്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം പോലും തന്നില്ല. അതിനു മുമ്പ് ഈ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് വന്ന് ആ കണ്ടൻറ്റ് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നിയന്ത്രണത്തിലേക്ക് പോയി. അവരെന്താണ് ഉദ്ദേശിച്ചത് ആ നിയന്ത്രണത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ട് കഴിഞ്ഞു. ശരിക്കും ഈ വീഡിയോ ഒരു ഫേക്ക് വീഡിയോ ആണ്. ഫേക്ക് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. അവർ ആ വീഡിയോ തുടങ്ങുമ്പോൾ 6ാമത്തെ സെക്കൻഡിൽ ഒരു ഡിസ്ക്ലൈമർ, ഒരു നോട്ട് അവിടെ ഉണ്ട്. ഇത് പർപ്പസ്ഫുള്ളി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് അവർ എഴുതി കാണിക്കുന്നത്. സെക്കൻഡുകളുണ്ട്, 3-4 സെക്കൻഡ് പോലും ഇല്ല എന്നാണ് ഇന്ന് എഴുതി കാണിക്കുന്നത്. പക്ഷേ നമ്മളത് ഡിസ്ക്ലൈമർ നമ്മൾ വായിക്കാൻ നിന്നില്ല. എന്തിനാണ് ആ ഡിസ്ക്ലൈമർ നമ്മൾ വായിക്കുന്നത്? നമുക്ക് ഈ കണ്ടൻറ്റല്ലേ വലുത് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം മനുഷ്യൻ്റെ ആ ബുദ്ധിയെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആ ഡിസ്ക്ലൈമർ കാണാതെയാണ് ഈ വീഡിയോ കണ്ടിട്ട്, ആ വീഡിയോ കണ്ടിട്ടാണ് അതിൻ്റെ അടിയിൽ പോയിട്ട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ഇത് ഉത്തരേന്ത്യയിലോ എവിടെയോ നടന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളാണ്, ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റുകളുടെ ബഹളമാണ് അതിനകത്ത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നമ്മുടെ മലയാളികൾ തന്നെ അതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റുകൾക്കിടയിൽ കുറച്ച് പേര് എഴുതുന്നുണ്ട് അതിൻ്റെ ഡിസ്ക്ലൈമർ, അല്ലെങ്കിൽ അതിനകത്ത് 6ാമത്തെ സെക്കൻഡിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇത് പർപ്പസ്ഫുള്ളി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണ്, ഇത്
ഒറിജിനൽ അല്ല എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും പലരും അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ഈ ഡിസ്ക്ലൈമറൊന്നും വായിക്കാൻ സമയമില്ല, ഇതിനെതിരെ പ്രതികരിക്കണം ഇതിനു വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കമൻറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ആ വീഡിയോ ഉണ്ടാക്കിയ അവരുടെ എന്തായിരുന്നു പ്ലാൻ, ആ പ്ലാനിലേക്ക് നമ്മുടെ ബുദ്ധിയെ നമ്മൾ കൊണ്ടുപോയി. ഇനി ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ ഒറിജിനൽ അല്ല, സ്ക്രിപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയാണെന്നും പറഞ്ഞ് അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലായ വീഡിയോ ഒറിജിനൽ അല്ല എന്ന് മനസ്സിലായി. ഇതെല്ലാം ആർട്ടിസ്റ്റുകളാണ്, അതിനകത്ത് ആ വീഡിയോയിൽ അഭിനയിക്കുന്ന ആളുകളാണ്, അത് ശരിക്കും അച്ഛനും മകനും ഇനി ഭാര്യ എന്നല്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇനി നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ഡിസ്ക്ലൈമർ നമ്മൾ പോസ്റ്റ് ചെയ്ത് ഒന്ന് കണ്ടു നോക്കിയേ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവർ. പിന്നെ ഇനിയാണ് നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ മറ്റാരുടെയോ ചിന്തകൾക്ക് മറ്റാരുടെയോ നിയന്ത്രണത്തിലായിരുന്നു നമ്മുടെ ബുദ്ധി പോയിക്കൊണ്ടിരുന്നത്. ഇനിയാണ് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങളാണ്. അതൊരു പബ്ലിക്കായിട്ട് നടന്ന വിവാഹമായിട്ട് തോന്നുന്നില്ല. കാരണം ആ 3 പേര് മാത്രമാണ് ആ ഫ്രെയിമിലുള്ളൂ. ബാക്കി ആരും ബാക്ക്ഗ്രൗണ്ടിലോ എവിടെയും കസിൻസോ റിലേഷനോ അല്ലെങ്കിൽ ആരെയും കാണുന്നില്ല. പിന്നെ ഒരു ആരാധനാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് നമുക്ക് തോന്നണത്. അത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് 2ാമത്തെ കാര്യം. ഇനി 3ാമത്തെ കാര്യം, ഇവർ ഇനിയിപ്പോൾ ആരും കാണാതെ രഹസ്യമായിട്ടാണ് വിവാഹം കഴിഞ്ഞ് വരുന്നതെങ്കിൽ ഒരാൾ ഡയറക്റ്റ് ക്യാമറ ഓൺ ചെയ്തിട്ട് അവരോട് സംസാരം ചെല്ലുമ്പോൾ അവർ ഇൻ്റർവ്യൂവിന് ചെന്ന് സംസാരിക്കുന്നത് പോലെയാണ് ആ ക്യാമറമാനോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ രഹസ്യമായിട്ടാണ് ആ കല്യാണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാൾ മൊബൈലിൽ ക്യാമറയായിട്ട് വരുമ്പോൾ അവരോട് സംസാരിക്കാൻ നിൽക്കുമോ? അവരോട് അതിനെന്താ അങ്ങനെ വിവാഹം കഴിച്ചാൽ എന്നൊന്നും നിൽക്കില്ല. അവർ രഹസ്യമാണെങ്കിൽ അവർ ആ മൊബൈൽ പിടിക്കരുത്, വീഡിയോ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ അതിന് നിൽക്കില്ല. പക്ഷേ ഇവിടെ അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പരസ്യമായ കല്യാണമാണോ, ഇത് രഹസ്യമായ കല്യാണമാണോ എന്നൊക്കെ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം നമ്മളെ ചിന്തകളെ ട്രാപ്പിലാക്കുന്ന ഒരു തരം വീഡിയോസാണത്. അപ്പോൾ നമ്മൾ മൊബൈൽ മാത്രമല്ല, കമ്പ്യൂട്ടർ മാത്രമല്ല, ലാപ്ടോപ്പ് മാത്രമല്ല, നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്തയും ഹാക്ക് ചെയ്യാൻ പറ്റും. അത്തരം വീഡിയോകൾ അവരുദ്ദേശിക്കുന്നത് എന്താണോ ആ കമൻറ്റ് ബോക്സിൽ താഴെ അവരെന്താണ് ഉദ്ദേശിച്ചത് അതവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ വീഡിയോസ് വരുമ്പോൾ അവരുദ്ദേശിച്ച ആ ചിന്തയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കണം. കാരണം നമുക്ക് തരുന്നത് നമ്മുടെ ചിന്തിക്കാൻ വേണ്ടിയുള്ളൊരു സാധനം ഇട്ട് തരുമ്പോൾ അവരോടൊപ്പം നമ്മൾ സഞ്ചരിച്ച് പോകാതെ നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഇനി കമൻ്റ് അടിക്കുന്നതിന് മുമ്പ് അതിൽ മൊത്തം കമൻറ്റ് വായിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് ചിലപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ഞാനത് കണ്ടത് കമൻറ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഏതോ കല്യാണം കഴിച്ച് നടക്കുന്നതാണെന്നാണ് ഞാൻ ഒറിജിനലാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനകത്ത് കമൻറ്റ് നമ്മളെക്കാൾ മുമ്പ് ചിന്തിച്ച ഒരാൾ 2-3 പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ആണെന്ന് മനസ്സിലായത്. വീണ്ടും ആ വീഡിയോ കണ്ടപ്പോൾ ഇത്തരം ചിന്തകൾ നമുക്ക് തോന്നി. ഇതിങ്ങനെ നടന്നതെന്താ, അതിങ്ങനെ നടന്നതെന്താ എന്നെല്ലാം ചോദിച്ചു. ഒരു ക്യാമറമാനെ നേരിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഇതെല്ലാം ഇത് സ്ക്രിപ്റ്റഡാണ് എന്ന് നമുക്ക് തോന്നി. അപ്പോൾ ആ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും പ്രചരിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇത് ടിക്ടോക്ക് എന്ന് തന്നെ ആ വീഡിയോയിൽ വാട്ടർമാർക്കും ടിക്ടോക്ക് അതിപ്പോൾ എത്രയോ പഴയ വീഡിയോ ആണ്, അതിപ്പോഴും പ്രചരിക്കുന്നത്. ഈ അടുത്താണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയും നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോയി നമ്മളെ ചിന്തകളെ ഹാക്ക് ചെയ്യാൻ അനുവദിക്കാതെ ഇത്തരം വീഡിയോ കാണുമ്പോൾ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുക. ഈ അറിവ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.